ഓം കർപ്പണ്യദോഷോപഗതസ്വഭാവകവൃച്ഛാമിത്താൻ ധർമ്മസുമൂഢരേതഃ യശ്രേയസ്യാനിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ശാതിമാം താം പ്രപന്നം. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തിൽ സാഷ്ടാംഗ പ്രണാമം. ഉത്തരഗീത 1-ാം അധ്യായത്തിൽ 7ഉം 8ഉം ശ്ലോകങ്ങളാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത്. ഇത് ഗഹനമായ ശ്ലോകമായതുകൊണ്ട് 8ാമത്തെ ശ്ലോകം 8, 9, 10 വരെയുള്ള ശ്ലോകങ്ങൾ വളരെ ഗഹനമാണ്. അതുകൊണ്ട് നമുക്ക് വീണ്ടും വീണ്ടും എത്ര പ്രാവശ്യം ചിന്തിച്ചാലും അത് ഒന്നും മനസ്സിലാവില്ല എന്നെങ്കിലും മനസ്സിലാവും. അപ്പോൾ 8ാമത്തെ ശ്ലോകം ഗച്ഛൻ തിഷ്ഠൻ സദാകാലം വായു സ്വീകരണം പരം സർവകാല പ്രയോഗേന സഹസ്രായുർ ഭവേനര എന്ന് പറഞ്ഞു. ഈ അഭ്യാസം, അതായത് ഉപാസന പ്രധാനമായിട്ട് ഈ പ്രണവോപാസന ചെയ്യുന്നവർക്ക് അത് സമാധിശീലം ആണ് സ്വീകരിക്കേണ്ടത്. സമാധി പരിശീലനം 2 ഘട്ടങ്ങളായിട്ടാണ് പൂർത്തീകരിക്കേണ്ടതെന്ന് പറഞ്ഞു. ഒന്ന് സഞ്ചാര സമാധി, പിന്നെ ആരൂഢ സമാധി. ഇത് സഞ്ചാര സമാധി 12 വർഷക്കാലം പരിശീലിക്കണം. തുടർന്ന് 16 മാസം, 16 മാസം എന്ന് പറയുമ്പം ഏകദേശം 1.5 വർഷം, ഇങ്ങനെ 16 മാസം കൊണ്ട് ആരൂഢ സമാധിയും പൂർത്തിയാക്കണം. ഇത് ചെയ്യുമ്പോഴാണ് ഉപാസകൻ യോഗാരൂഢനായിട്ട് ഭവിക്കുക. നമ്മുടെ രാമായണ ഭാരതാദി ഇതിഹാസങ്ങളിലൊക്കെ ഈ വനവാസക്കാലത്തെ പറ്റിയും, ഇല്ലേ രാമൻ്റെ 14 വർഷത്തെ വനവാസം, പിന്നെ 12 വർഷം പാണ്ഡവന്മാർ വനവാസത്തിൽ, 1 വർഷം അജ്ഞാതവാസത്തിലുമൊക്കെ പോകുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ശരിക്കും ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് ഒരു നിമിത്തം എന്ന് പറഞ്ഞ രീതിയിലാണ് ഇങ്ങനെയൊരു ജീവിത രീതിയൊക്കെ ആ പുരാണ ഇതിഹാസങ്ങൾ വർണ്ണിക്കുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അതായത് നമ്മളുടെ ശരീരത്തിലുള്ള ഈശ്വര ശക്തിയെ പൂർണ്ണമായിട്ട് പോഷിപ്പിക്കണമെങ്കിൽ ഈ ഒരു 14 കൊല്ലത്തെ പരിശീലനമെങ്കിലും വേണം. അത് സഞ്ചാരസമിതിയിൽ സഞ്ചാരസമിതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ യോഗയിൽ ഉണ്ടാകുന്ന പരിവർത്തനങ്ങളുടെ ഒരു യോഗ പഠിച്ചാൽ തന്നെ ഒരു 14 വർഷമൊക്കെ ശരിക്കത് നിത്യയുക്തമായിട്ട് പ്രാക്ടീസ് ചെയ്താലാണ് നമുക്ക് യോഗസ്ഥിതി കൈവരികയുള്ളൂ. അതാണ് യോഗാരൂഢനാകുക എന്ന് പറയുന്നത്. അത് പഞ്ചപാണ്ഡവന്മാരുടെ 12 കൊല്ലത്തെ വനവാസം, പിന്നെ 1 കൊല്ലത്തെ അജ്ഞാതവാസം എന്നൊക്കെ പറയുന്നത് ഈ പരിശീലനത്തിൻ്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ടാണ് ഭഗവാനോടൊപ്പം നിന്നുകൊണ്ട് ഒരു ധർമ്മം യുദ്ധത്തിൽ പങ്കെടുക്കാനും അതിനുള്ള പരമമായ ഒരു സ്ഥിതിയിലേക്ക് അവർക്ക് എത്താനും സാധിച്ചതെന്ന് വേണം. ശ്രീരാമന് പോലും ലക്ഷ്മണൻ ഏകദേശം 14 വർഷക്കാലം വായുഭക്ഷണം മാത്രം ഭജിച്ച് കൊണ്ട് ഒരു വ്രതം അനുഷ്ഠിച്ചിട്ടാണ് ഇന്ദ്രജിത്തിനെയൊക്കെ ജയിച്ചത്. അപ്പം യഥാർത്ഥത്തിൽ ആ ഒരു സ്ഥിതിയിലേക്ക് നമുക്ക് സാധാരണക്കാർക്ക് എത്തുക എന്ന് പറയുന്നത് സങ്കല്പിക്കാൻ പോലും സാധ്യമല്ല. എങ്കിൽ തന്നെ ഇങ്ങനെയൊക്കെയാണ് വ്രതാനുഷ്ഠാനങ്ങൾ ഇവരൊക്കെ അനുഷ്ഠിച്ചിരുന്നതും ആ പരമമായ കാര്യങ്ങൾ ഉദ്ദേശ ലക്ഷ്യത്തെ പൂർത്തീകരിച്ച് സ്വധാമത്തിലേക്ക് തിരിച്ചു പോയതൊക്കെ മനുഷ്യജന്മത്തിലൂടെയാണെന്ന് അറിയുക. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇനി നമുക്ക് ഉത്തരഗീതയെ 8ാമത്തെ സൂത്രത്തിലേക്കാണ് കടക്കേണ്ടത്. ആ സൂത്രത്തെ പറ്റിയാണ് ഒരു ഒരു ഇൻസ്പിറേഷൻ തരുന്ന വിധത്തിൽ അതിൻ്റെ കാലപരിധിയൊക്കെ പറ്റി പറഞ്ഞു. ഉപാസകൻ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും കിടക്കുമ്പോഴും എല്ലാം വായുവിനെ സ്വീകരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇപ്രകാരം സദാകാലവും വായുവിനെ സ്വീകരിക്കുന്ന പരമമായ മാർഗത്തിലും പരമമായ ശ്രദ്ധയിലുമായിരിക്കണം. നമ്മൾ സാധാരണഗതിയിൽ ശ്വാസം എടുത്ത് വിടുന്നു. പ്രാണായാമം എന്ന് പറഞ്ഞാൽ തന്നെ ആയുസ്സിനെ വർദ്ധിപ്പിക്കുക എന്നാണ് അതിൻ്റെ ഉദ്ദേശം. മനസ്സിനെ, ശ്വാസഗതിയെ നിയന്ത്രിക്കാൻ സാധിക്കുന്ന ആർക്ക് മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കും. മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്ന ആൾക്ക് ലോകത്തെ തന്നെ നിയന്ത്രിക്കാൻ സാധിക്കുന്ന പറയണം. ഇന്ദ്രിയങ്ങളിൽ മനസ്സാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ട് ഭഗവാൻ പറയുന്നത്. അതിൻ്റെ വിഭൂതിയാണെന്നും ഭഗവാൻ പറയുന്നത്. അതാണ് നമ്മൾ സാധാരണഗതിയിൽ 6th സെൻസ്, 6ാം ഇന്ദ്രിയം എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് അതിന് എളുപ്പം വഴി എന്താ? ഈ പ്രാണായാമം, വായുവിൻ്റെ ഗതിപോക്കുകളെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠമായ നമ്മൾ യോഗയിൽ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ക്രിയ എന്ന് പറയുന്നത് ഈ ശ്വസന പ്രക്രിയ നിയന്ത്രണം. അതായത് പ്രാണൻ പുറത്തു പോയി നഷ്ടപ്പെടാതെ ഖേചരി മുദ്രയാൽ നാസാരന്ധ്രങ്ങൾ കൂടെ അന്തർമുഖത്തെ ബന്ധിച്ച് പ്രാണോപാസന ചെയ്യുന്ന രീതിയാണ് ഈ അംശയോഗം എന്ന് പറയുന്നത്. അത് ബാക്കിയുള്ള രന്ധ്രങ്ങളെല്ലാം അടച്ചിട്ട് സുഷുമ്നയുടെ പ്രാണത്തെ ചലിപ്പിക്കണം. അതാണ് ഏറ്റവും വലിയ യോഗസിദ്ധി. നമ്മുടെ പിങ്കളയിലൂടെയാണ് ഇപ്പോൾ സാധാരണ ഇടത്തും വലത്തും
നാസാരന്ധ്രങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെ സുഷുമ്നയുടെ ഇടത്തും വലത്തുമുള്ള 2 നാഡികളാണ് ഇട പിങ്കള. അപ്പോൾ നമ്മൾ സാധാരണ ഇടത്തൂടെയും മൂക്കിക്കൂടെയും ഇടത്തും വലത്തും ഒക്കെ ശ്വാസഗതി പോകുന്നത് ഈ സങ്കല്പത്തിലാണ്. 2 വശത്തേക്കൂടെയാണ് സാധാരണ ശ്വാസം ഒരു മനുഷ്യൻ്റെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. സുഷുമ്ന നാഡിയാണ് മധ്യസ്ഥമായ നാഡി. ഈ നാഡിയിലൂടെ ശ്വാസം ചലിക്കാൻ തുടങ്ങുമ്പോഴാണ് ശരിക്കും ഈശ്വരൻ്റെ ശക്തി, അതായത് നമ്മുടെ ജീവശക്തി ശരിക്കും പൂർണ്ണമായിട്ട് ആക്ടിവേറ്റ് ആകുക. അല്ലെങ്കിൽ തന്നെ ഒരു 50% പിങ്കളയെക്കൂടെ ബാധിച്ച് നമുക്ക് സാധാരണ ജീവിതം നയിക്കാൻ സാധിക്കും. അത് നിരീശ്വരവാദി ആയിക്കോട്ടെ, ഇതൊന്നും അറിയാത്തവർ ജീവിക്കുന്നുണ്ടല്ലോ. പക്ഷെ അത് 50% ഉള്ളൂ. അത് ഭൗതിക നയമായ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പം അതിൻ്റെ പ്രഭാവത്തെയും യഥാവിധി യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ അതിൻ്റെ ഗുണദോഷങ്ങൾ അനുഭവിക്കുമ്പോഴാണ് ഈ സുഖവും ദുഃഖമൊക്കെ അനുഭവിക്കുക. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ പ്രാണനെ നമ്മൾ ശ്വാസഗതി നിയന്ത്രിച്ച് സദാകാലവും സുഷുമ്നയിലൂടെ ചലിപ്പിക്കണം. ഈ വിധത്തിലുള്ള സഞ്ചാര സമാധിയിലൂടെ അവൻ സർവകാലവും ജീവിക്കണം. സർവപ്രവൃത്തികളിലും സഞ്ചാര സമാധി വിടാതെ പ്രണവോപാസന കൂടാതെ നടത്തിക്കൊള്ളണം. ഇങ്ങനെ ജീവിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ പ്രണവത്തെ ഉപാസിക്കാൻ അഥവാ ക്രിയായോഗ അനുഷ്ഠിക്കുന്നത്. അഥവാ ഹംസയോഗ പാത്രീഭുവനാകുന്നത് ഈ ഒരു യോഗയിലാണ് എന്നർത്ഥം. അങ്ങനെ അവൻ ചലിപ്പിച്ചാൽ, ഈ ഒരു പറയുന്ന വ്യവസ്ഥിതി ഭഗവാൻ പറയുന്നത് പാലിച്ചാൽ, അവൻ അരോഗ ദൃഢഗാത്രനായിട്ട് 1000 കൊല്ലം ജീവിക്കുന്നതാണ്. അതായത് ചിരഞ്ജീവിത്വം ലഭിക്കുമെന്നർത്ഥം. ചിരഞ്ജീവിത്വം എന്ന് പറഞ്ഞാൽ ഈ ആത്മാവിന് ഒരിക്കലും മരണമില്ല, അത് ചിരഞ്ജീവിത്വം തന്നെ ഉള്ളതാണ്. പക്ഷെ നമ്മളാണ് ഈ ശരീരം അനേക ജന്മങ്ങളിലൂടെ വന്ന് ഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ എത്രയോ ജന്മങ്ങൾ എടുത്തിട്ടുണ്ട്, എത്രയെത്ര ആയിരക്കണക്കിന് ജന്മങ്ങൾ ഇപ്പം തന്നെ കടന്നു പോയിട്ടുണ്ടാവും. പക്ഷെ നമുക്ക് ഇതേപ്പറ്റി ബോധമില്ല. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ 84 ജീവാത്മാവായിട്ട് ഭവിച്ചാൽ, ഈ ഭൂമിയിൽ വന്ന് ജനിക്കുന്ന സൃഷ്ടിയുടെ വ്യവഹാരത്തിൽ പെട്ട് കഴിഞ്ഞാൽ, ഈ ജീവാത്മാവായിട്ട് ഭഗവാനിൽ നിന്ന് വേർതിരിച്ച് ദ്വൈതഭാവത്തിൽ ആണ് ജീവാത്മാവും പരമാത്മാവും ആദ്യം വേറിട്ട അവസ്ഥയിൽ തന്നെയാണ്. അത് യോജിപ്പിക്കേണ്ടതും ഒന്നിച്ച് നിന്നിരുന്നേ വേറെ ആക്കി നമ്മളെ വിട്ടിരിക്കുകയാണ്, ഇഷ്ടം പോലെ ജീവിച്ചാണ്. പക്ഷെ ആ പ്രോസസ്സ് തുടങ്ങുമ്പം അനേക ജന്മങ്ങളാണ്. ആദ്യം സ്ഥാവര ജംഗമങ്ങളായിട്ടാണ് നിലനിൽക്കുക. അതായത് 84 ലക്ഷം തരം ജീവജാലങ്ങളുടെ ഈ പരിക്രമണം കടന്നിട്ടാണ് അതിൽ തന്നെ മനുഷ്യജന്മത്തിലേക്ക് എത്തുന്നത് എന്നർത്ഥം. ടോട്ടലി ഈ ലോകത്ത് 84 ലക്ഷം തരം ജീവജാലങ്ങളുണ്ട്, ചരാചരങ്ങൾ. അതിൽ ആകാശം, അഗ്നി, വായു, ജലം, ഭൂമി, ഇതിനൊക്കെ ജീവനുണ്ട്. അതിൻ്റെയൊക്കെ ഗുണങ്ങൾ ഇവിടെ പ്രകടമാകുന്നുണ്ട്. അപ്പം ആദ്യം സൂക്ഷ്മതരങ്ങളായിട്ടാണ്, അണുക്കളായിട്ടാണ് ജീവാത്മാവ് പ്രപഞ്ചത്തിൽ വർത്തിക്കുക. അത് പിന്നെ സ്ഥാവര ജംഗമങ്ങളായിട്ട് ആകാശത്തിലെ സൂക്ഷ്മ കണികകളായിട്ട് കിടക്കും. അത് പിന്നെ ഭൂമിയിൽ മണ്ണായിട്ടും പാറയായിട്ടും മണൽത്തരിയായിട്ടും വിവിധ വസ്തുക്കൾ, അചരങ്ങളായിട്ടുള്ള വസ്തുക്കളായിട്ടുള്ള പരിവർത്തനം ഉണ്ടാവും. പിന്നെ ജീവജാലങ്ങളുടെ 84 ലക്ഷങ്ങളുടെ കണക്കിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ അതിൽ ആദ്യം വരുന്നത് സൂക്ഷ്മങ്ങളിൽ സൂക്ഷ്മമായ വസ്തുക്കളിൽ നിന്നൊക്കെ അചരങ്ങളായിട്ട്, പാറയായിട്ടും ഹിമാലയമായിട്ടും ഇല്ലെങ്കിൽ പർവ്വതങ്ങളായിട്ടും, ഇതൊക്കെ നമുക്ക് കഥകളിലും മഹാഭാരതത്തിലും ഒക്കെ പർവ്വതങ്ങളുടെ ഗോവർദ്ധന പർവ്വതത്തെയൊക്കെ പറയുമ്പം ഇതിനൊക്കെ ജീവനുള്ളതായിട്ടും ഒരു ശക്തി, ഈശ്വര ശക്തിയായിട്ടൊക്കെ സങ്കല്പത്തിൽ പൂജിക്കാനൊക്കെ ഭഗവാൻ പറയുന്നതിൻ്റെ അർത്ഥം ഇതാണ്. അപ്പോൾ നമ്മളൊക്കെ ജീവാത്മായി ഭവിച്ചാലും സൂക്ഷ്മങ്ങളിൽ അണുക്കളായിട്ട് കിടന്ന് പിന്നെ അചരങ്ങളായിരിക്കുന്ന വസ്തുക്കളായിട്ട് മാറി അതിൽ സ്ഥാവരങ്ങളായിട്ട് നിന്നു. അതിൽ 21 ലക്ഷം പൊട്ടിമുളയ്ക്കുന്ന സസ്യലതാദികൾ ആയിട്ട്, പുല്ലായിട്ടും മരമായിട്ടും അങ്ങനെ വിവിധ വെറൈറ്റീസ് ഉണ്ട്. 21 ലക്ഷം വെറൈറ്റി ഉണ്ട് ഈ പൊട്ടിമുളയ്ക്കുന്ന സസ്യലതാദികളിൽ തന്നെ. അതൊക്കെ ആയിട്ട് ജനിച്ചിട്ടാണ് പിന്നെ അടുത്ത പ്രാണിയിലേക്ക് മാറുക. പ്രാണിയിലേക്ക് മാറിയാൽ 21 ലക്ഷത്തോളം ജീവജാലങ്ങൾ സൂക്ഷ്മങ്ങളിൽ സൂക്ഷ്മമായ, അതായത് വേർപ്പിൽ നിന്നുണ്ടാകുന്ന പ്രാണികൾ, മണ്ണിലുള്ള സൂക്ഷ്മജീവികൾ, ജലത്തിലുള്ള സൂക്ഷ്മജീവികൾ, ഇതെല്ലാം ഈ വെറൈറ്റി പെടുന്നതാണ്. സൂക്ഷ്മങ്ങളിൽ സൂക്ഷ്മമായിരിക്കുന്ന ജീവി, ഉറുമ്പ്, പ്രാണിയൊക്കെ വേർപ്പിൽ നിന്നോ ഇല്ലെങ്കിൽ അങ്ങനെ വളരെ ചെറിയ പ്രാണികൾ, നമ്മുടെ ശരീരത്തിൽ തന്നെ വേർപ്പിൽ നിന്നുണ്ടാകുന്ന പേനൊക്കെ അതിൽ നിന്നുണ്ടാകും. മറ്റ് ജീവജാലങ്ങളുടെ ശരീരത്തിൽ വേർപ്പിൽ നിന്നുണ്ടാകും. ഇങ്ങനെ ഉണ്ടാകുന്ന സൂക്ഷ്മങ്ങളിൽ സൂക്ഷ്മമായിരിക്കുന്ന പ്രാണിവർഗത്തിൽ പെടുന്നതാണ് 21 ലക്ഷം. 21 വെറൈറ്റി എന്ന് പറയുന്നത്
21 ലക്ഷം വെറൈറ്റി ഇന്നും ലോകത്ത് അവൈലബിൾ ആണ്. അതിങ്ങനെ ശരീരം ത്യജിച്ചും വയ്ക്കും വീണ്ടും വീണ്ടും ഇങ്ങനെ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കും. ഇത് കഴിഞ്ഞാൽ പിന്നെ മൂന്നാമത്തെ തലത്തിൽ എത്തുമ്പോഴാണ് നമ്മൾ മുട്ടയിൽ നിന്ന് വിരിയുന്ന ജീവികളായിട്ട് മാറുക. അത് പക്ഷി മൃഗാദികളുണ്ട്, പാമ്പ്, ഇങ്ങനെയുള്ള ചെറിയ ജീവികൾ, മുട്ടയിൽ നിന്ന് വിരിഞ്ഞുണ്ടാകുന്ന ജീവികൾ ഉണ്ട്, പക്ഷി മൃഗാദികളുണ്ട്. അതിൽപ്പെടുന്ന വർഗങ്ങളായിട്ടും അതിലും ഉണ്ട് 21 ലക്ഷം വെറൈറ്റീസ് ഇന്ന് ലോകത്ത് അവൈലബിൾ ആണ്. ഈ സർക്കിളൊക്കെ കടന്നു വന്ന് പിന്നെ അടുത്ത 4ാമത്തെ സ്റ്റേജിലാണ് ഈ എന്താ പറഞ്ഞ 21 ലക്ഷം വെറൈറ്റീസ് ഉണ്ട് പ്രസവിച്ചുണ്ടാകുന്ന ജീവികൾ. അതിലാണ് മനുഷ്യൻ പെടുക. അതിലെ ഏറ്റവും അവസാനത്തെ മണ്ഡലത്തിലാണ് മനുഷ്യൻ വരിക. മറ്റ് ജീവജാലങ്ങളായിട്ട് പട്ടിയായിട്ടും പൂച്ചയായിട്ടും ഇങ്ങനെ പ്രസവിച്ചുണ്ടാകുന്ന ജീവജാലങ്ങൾ, ആന വരെ പ്രസവിച്ചുണ്ടാകുന്ന, ഇങ്ങനെ പല ജന്മങ്ങളിലൂടെ ശരീരമെടുത്ത് അനേകായിരം വർഷങ്ങളിലെ അനേകായിരം ജന്മങ്ങൾ ക്രോസ് ചെയ്തിട്ടാണ് ഈ 21 ലക്ഷത്തിലെ ഒരു വെറൈറ്റിയാണ് മനുഷ്യജന്മം. ആ മനുഷ്യജന്മത്തിൽ തന്നെ എത്തുമ്പോൾ തന്നെ വിശേഷ ബുദ്ധിയും ഇതൊക്കെ തിരിച്ചറിയാനുള്ള ബുദ്ധിയൊക്കെ മനുഷ്യൻ മാത്രമേ ഉള്ളൂ. ദേവന്മാർ വരെ മനുഷ്യനായിട്ട് വരാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ്. ഈശ്വരൻ തന്നെ ഈ ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മനുഷ്യാവതാരം എടുത്തു വന്നു. അതിൽ പൂർണ്ണാവതാരം എന്ന് പറയുന്ന ശ്രീകൃഷ്ണൻ തന്നെയാണ്. ശ്രീകൃഷ്ണനാണ് ഗീതയും അനുഗീതയും ഈ ഉത്തരഗീതയൊക്കെ പറഞ്ഞു തരുന്നത്. അപ്പം ഈ രഹസ്യം മുഴുവൻ അറിയാവുന്ന ഒരു പൂർണ്ണ മനുഷ്യാവതാരം എന്ന് പറയുന്നത് ശ്രീകൃഷ്ണൻ തന്നെയാണ്. അപ്പം അതുകൊണ്ടാണ് ശ്രീകൃഷ്ണൻ ശരിക്കും പഠിക്കണമെന്ന് ഭഗവാൻ തന്നെ പറയുന്നത്. ജന്മകർമ്മജമേ ദിവ്യം ഏവം യോപേത്തി തത്വതാ തിക്വാ ദേഹം പുനർജന്മന ഇത് മാമേതി സ്വർഗണ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇത്രയധികം സർക്കിൾ കടന്നു വന്നപ്പോൾ തന്നെ മനുഷ്യജന്മം കിട്ടുമ്പോഴാണ് ഈ പറയുന്ന പ്രണവോപാസനയിലൂടെ ഈ സർക്കിൾ മുഴുവൻ തിരിച്ചറിയാൻ സാധിക്കും. നമ്മളിപ്പോൾ ശ്രീകൃഷ്ണൻ്റെ കഥ തന്നെ എടുത്താൽ ശ്രീകൃഷ്ണനെ ശ്രീലമ്പടനായിട്ടൊക്കെ ചിത്രീകരിക്കുന്ന സന്ദർഭമൊക്കെ ശരിക്കും അതിൻ്റെ താത്വികമായ അർത്ഥത്തിലേക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ പ്രധാനമായിട്ട് 72,72,10,201 നാഡികളാണുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നാഡികളാണ് 72,000 എന്ന് പറയുന്നത്. ഈ കണക്കേ നമുക്ക് അറിയുള്ളൂ. അതിപ്പോൾ ഇതിൽ തന്നെ ഉത്തരഗീതയിൽ തന്നെ 72,000-ൻ്റെ കണക്ക് ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, പ്രധാനപ്പെട്ട നാഡികൾ. അത് 2ാമത്തെ അധ്യായത്തിലേക്ക് ചെല്ലുമ്പോഴാണ് പറയാം. അപ്പം എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, 72,000 എന്ന് എല്ലാവരും പറയുന്നുണ്ട്. ഇത് എവിടുന്ന കണക്കൊന്നും എങ്ങനെയെന്ന് അറിയില്ല. പക്ഷെ ഉത്തരഗീത വായിക്കുമ്പോഴാണ് അതിൻ്റെ കണക്ക് ശരിക്കും മനസ്സിലാവുന്നത്. അപ്പോൾ 72,000 നാഡികളിൽ 16,108 16 കലകളോടുകൂടി ഏറ്റവും പ്രധാനപ്പെട്ട നാഡികളുണ്ട്. ഇതാണ് ഭഗവാന്റെ ശരീരത്തോടൊപ്പം ചേർന്നിരിക്കുന്ന 16,108 സ്ത്രീ സങ്കല്പത്തിൽ പറയുന്നത്. ഇത് ശരീരത്തിലുള്ള നാഡികളാണ് പ്രധാനപ്പെട്ട. പ്രകൃതി കൊണ്ട് മാറ്റങ്ങൾക്ക് വിധേയമാകുന്നത് എന്തോ അത് പ്രകൃതി സ്വരൂപിണിയായിട്ട് സ്ത്രീകളായിട്ടാണ് കണക്കാക്കുക. അപ്പോൾ ഭഗവാന്റെ 16,108 ഒരു മനുഷ്യ ശരീരത്തിലെ നാഡീസങ്കല്പത്തിലാണ് ഈ കഥയിൽ 16,108 നാഡികളെന്ന് പറയുന്നത്. ഇതിൽ ഈ 16,108 നാഡികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നാഡികളാണ് 8 നാഡികൾ. ഇതാണ് ഭഗവാന്റെ അഷ്ടഭഗ്നിമാർ എന്ന് പറയുന്ന 8 ഭക്തിമാർ. പുരുഷനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന 8 നാഡികളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ 8 നാഡികൾ ഏറ്റവും ശ്രേഷ്ഠമാണ് 3 നാഡികൾ. 3 നാഡികൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ഭഗവാൻ മധ്യസ്ഥൽ, ഇടത്തും വലത്തും നിൽക്കുന്ന 2 നാഡി ആണ് രുക്മിണി ദേവിയും സത്യഭാമയും. ഇതാണ് ഇടപിംഗള നാഡി ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇപ്പം പറഞ്ഞത് തന്നെ ഇടപിംഗള നാഡിയിലൂടെയാണ് സാധാരണ മനുഷ്യൻ്റെ ശ്വാസഗതി ചലിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ ഈ ഇടപിംഗളയും അടച്ചിട്ട് സുഷ്മനയിലൂടെ നാഡി ചലിപ്പിക്കണം. അതാണ് ഈ സഞ്ചാര സമാധി എന്ന് പറയുന്നത്. ഇടത്തും വലത്തൂടെ സഞ്ചരിക്കുന്ന പ്രാണനെ സുഷുമ്നയിലേക്ക് എത്തുമ്പോഴാണ് ആരൂഢ സമാധിയിലേക്ക് സാധിക്കുക. അപ്പോൾ ഈ സുഷുമ്നാനാഡിയിൽ കൂടെ തന്നെ ഇല്ലെങ്കിൽ ഇടത്തും വലത്തും കൂടെ സഞ്ചരിക്കുന്ന പ്രാണനെ പോലും സമാനാവസ്ഥയിൽ എത്തിച്ചിട്ട് അതിനെ ബന്ധിച്ച് സുഷുമ്നയിലൂടെ ചലിപ്പിക്കുമ്പോഴാണ് ആരൂഢ സമാധി എത്തുക. അപ്പോൾ ഇതിനാണ് കൂടുതൽ സമയം എടുക്കുക. അതുകൊണ്ടാണ് 12 വർഷക്കാലം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ ചിരഞ്ജീവിത്വം, നമ്മൾ ഇത്ര കാലമായി ജീവിച്ചിരിക്കുന്നു എന്നുള്ള ബോധമൊക്കെ അപ്പോഴേ ഉണ്ടാവുള്ളൂ. ഈ ശരീരം ഇതിനിടയ്ക്ക് എത്ര ശരീരങ്ങൾ വന്നുപോയി. അപ്പോൾ അതുകൊണ്ട് ഇത് ആരോഗ്യത്തെ പോലും നിലനിർത്തണമെങ്കിൽ ഈ ശ്വാസത്തിൻ്റെ ഗതിയെ നമ്മൾ യാമനം ചെയ്താൽ, അതായത് പ്രാണായാമം ശീലിച്ചാൽ ശ്വാസഗതിയെ നിയന്ത്രിക്കാൻ സാധിച്ചാൽ പ്രാണശക്തി നമ്മുടെ നാഡികളിലെല്ലാം
ഇടയും പിങ്കിളയും കൂടെയൊക്കെ കൊണ്ടാണ് ശരീരത്തിൻ്റെ ഇടത്തും വലത്തും ഒക്കെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് സമാനാവസ്ഥയിൽ എത്തിച്ചാൽ തന്നെ നമുക്ക് ആരോഗ്യസ്ഥിതി സമാനാവസ്ഥയിൽ നിലനിർത്താൻ സാധിക്കും. 14 വർഷക്കാലം വായു മാത്രം ഭക്ഷിച്ചുകൊണ്ട് ഈ മേഘനാഥനെ ജയിക്കാൻ സാധിച്ച ലക്ഷ്മണൻ വായു മാത്രമാണ് ഭക്ഷിച്ചിരിക്കുന്നത്, ഒരു ഭക്ഷണവും കഴിച്ചിട്ടില്ല. അതിനൊരു ശക്തി ആർജിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഈശ്വരൻ്റെ അവതാരം കൂടി ആയിരുന്നതുകൊണ്ട് അതൊക്കെ സാധിച്ചു എന്ന് പറയാം. അപ്പം മനുഷ്യജന്മത്തിൽ ഇതൊക്കെ സാധിക്കും എന്നുകൂടി ഇതൊക്കെ തെളിവാണെന്നർത്ഥം. അപ്പോൾ അതുകൊണ്ട് ആരോഗ്യ ദൃഢഗാത്രനായിക്കൊണ്ട് 1000 കൊല്ലം ജീവിക്കുന്നതാണ്, അതായത് ചിരഞ്ജീവിത്വം എന്ന് പറയുന്നത്. അത് നമ്മളെ മനുഷ്യജന്മം കിട്ടിയിട്ട് തന്നെ എത്രയോ ജന്മങ്ങൾ എടുത്തിരിക്കുന്നു. എത്രയെത്ര ജന്മങ്ങൾ അനുസരിച്ച് കൊണ്ടാണ് ജീവിച്ച് ശരീരം പോയും സ്ത്രീയായിട്ടും പുരുഷനായിട്ടും ഒക്കെ ഏതൊക്കെ തരത്തിൽ ജനിച്ചിട്ടുണ്ടെന്ന് നമുക്ക് യാതൊരു കണക്കുമില്ല. അതേസമയം ഇപ്പം ഒരു 500 വർഷത്തെ കണക്ക് എൻ്റെ ജന്മത്തിൽ തന്നെ മനുഷ്യജന്മത്തിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയാം. അപ്പം നമ്മൾ ആയുസ് കണക്കാക്കുന്ന സാധാരണ ഈ ജന്മത്തിൽ ശരീരം കിട്ടിയിട്ട് ശരീരം നശിച്ചു പോകുന്നതാണ് ആയുസ് കണക്കാക്കണം. ഇതൊന്നും അല്ല ആയുസ്. യഥാർത്ഥ ആയുസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനുഷ്യജന്മം കിട്ടിയിട്ട് അതിന് മുമ്പ് തന്നെ ചിരഞ്ജീവിത്വത്തോട് ഒരു നശിക്കാത്ത ജീവനെ വെച്ചിട്ടാണ് ഈ 84 ലക്ഷം സർക്കിളും കടന്നു വന്ന മനുഷ്യജന്മം കിട്ടിയിരിക്കുന്നത്. ഇപ്പം മനുഷ്യജന്മം കിട്ടിയിട്ട് തന്നെ നമ്മൾ എത്രയെത്ര പ്രാവശ്യം മനുഷ്യജന്മം സ്ത്രീയായിട്ടോ പുരുഷനായിട്ടോ ഒക്കെ ജന്മം എടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ആയുസ്സിൻ്റെ പട്ടികയിൽ വരും. അപ്പോൾ അതുകൊണ്ട് ഒരു ജന്മത്തിലെ ശരീരം കിട്ടിയത് മാത്രമാണ് ആയുസ് എന്ന് ധരിക്കേണ്ട എന്നർത്ഥം. അതാണ് ചിരഞ്ജീവിത്വം എന്ന് പറയുന്നത്. ആത്മാവിന് ഒരിക്കലും നാശമില്ല. ഒരേ ആത്മാവ് വെച്ചിട്ടാണ് വസ്ത്രം മാറുന്ന പോലെ നമ്മുടെ വിവിധ ശരീരങ്ങൾ എടുക്കുന്നതെന്ന് ഗീതയിലും ഭഗവാൻ പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് ആ ഒരു ഏറ്റവും ഹംസയോഗം പ്രാക്ടീസ് ചെയ്യുമ്പം ഈ ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരണം. അപ്പോഴാണ് ബ്രഹ്മസായുജ്യത്തിലേക്ക് എത്താനും സാധിക്കുക. ഇനി ഈ ശരീരം കൊണ്ട് തന്നെ ഇല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ ശരീരം സ്വീകരിക്കാനും ഉപേക്ഷിക്കാനും ഒക്കെ ഉള്ള സിദ്ധി ഈ യോഗാരൂഢ അവസ്ഥയിൽ എത്തിയാൽ കിട്ടും. അങ്ങനെയുള്ളവർ ഭാരതവർഷത്തിലുണ്ട്. മഹാവതാർ ബാബാജിയെ പോലെയുള്ളവർ 2000 വർഷമായിട്ട് ജീവിച്ചിരിക്കുന്നു. ഇപ്പോഴും പ്രത്യക്ഷത്തിൽ അദ്ദേഹം അതായത് നമ്മുടെ സുഷുമ്നാ നാഡിയിലൂടെ ഈ ക്രിയായോഗം ചെയ്ത് ഏകദേശം 1,00,000 പ്രാവശ്യം പ്രാണനെ സഞ്ചരിപ്പിക്കാൻ പഠിക്കുന്ന അല്ലെങ്കിൽ ആ യോഗ്യത നേടിയ യോഗാരൂഢനായിരിക്കുന്ന ആളുടെ മുമ്പിൽ ബാബാജി ഇപ്പോഴും പ്രത്യക്ഷമാകുന്നതാണ് പറയുന്നത്. അങ്ങനെ പ്രത്യക്ഷമായിട്ടുള്ളവരാണ്. ഒന്ന് ബ്രഹ്മാനന്ദഗിരി തിരുവനന്തപുരത്ത് തന്നെയുണ്ട്, തക്കൽ താമസിക്കുന്ന ആളുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ ദീക്ഷ എടുത്തതാണ്. ബാബാജിയെ നേരിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ CM നേരിട്ട് കണ്ടിട്ടുണ്ട്. മോഹൻജി എന്ന് പറഞ്ഞിട്ട് ബ്രാഹ്മണരിൽ തന്നെ ഒരാളുണ്ട്. 96 ദേശങ്ങളിൽ ഇപ്പം ക്രിയായോഗം പ്രാക്ടീസൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളുണ്ട്. ഇദ്ദേഹമൊക്കെ ബാബാജിയെ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഭാരതവർഷത്തിൽ ഇങ്ങനെയുള്ള ഭഗവാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രമാണമായിട്ട് ഇതൊക്കെ എടുക്കാം എന്നർത്ഥം. അപ്പം ഹിമാലയത്തിൽ ഇതിപ്പോൾ ബാബാജിയൊക്കെ പ്രത്യക്ഷമാകുകയും അപ്രത്യക്ഷമാക്കുകയൊക്കെ ചെയ്ത് ശരീരം എടുക്കുകയും വിടുകയൊക്കെ ചെയ്യുന്നു. ആ ഒരു യോഗമാർഗത്തെ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചിലർക്കൊക്കെ ആ യോഗ്യതയുള്ളവർക്ക് ദീക്ഷ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് നേരിട്ട്. ഇതൊന്നും ഇല്ലാതെ അറിയാതെ അന്തർമുഖരായിട്ട് ഹിമാലയ പ്രാന്തങ്ങളിൽ ഗുഹകളിൽ വസിക്കുന്ന സന്യാസിമാർ, വർഷങ്ങളായിട്ട് ജീവിച്ചിരിക്കുന്നവർ, വായുപാത്രം ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർ ഇന്നും അനേകം പേരുണ്ടെന്ന് കേൾക്കുന്നുണ്ട് ഹിമാലയത്തിലൊക്കെ. എന്തായാലും സഞ്ചാര സമാധി എന്ന് പറയുന്നത് 12 വർഷം ശീലിക്കണം. പിന്നെ 1.5 വർഷം, ഒരു 16 മാസം ആണ് പറയുന്നത്. 16 മാസക്കാലം ഈ ആരൂഢ സമാധിയും കൂടെ ശീലിച്ചാലാണ് യഥാർത്ഥത്തിൽ യോഗാരൂഢനാകുക. അപ്പോഴേ ഒരു യോഗി ഈശ്വരനാകാൻ പക്വത എത്തുക എന്ന് പറയുന്നത്. 9ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് യാവൽ പശ്യൽ കകാകാരം തദാകാരം വിചിന്തിയേൽ ഖമധ്യേ കുരു ചാത്മനം ആത്മബദ്ധേജ കുരം ഖം കുരു ആത്മാനം ഖം അയം കൃത്വ ന കിഞ്ചിതപി ചിന്തയേൽ. അതായത് സഞ്ചാര സമാധിക്ക് ശേഷം ആരൂഢ സമാധിയാണല്ലോ ഭഗവാൻ ഞാൻ ഇതിനു മുമ്പ് വിശദമാക്കിയത്. സഞ്ചാര സമാധിയിൽ പ്രാണായാമത്തിനാകുന്നു പ്രാധാന്യം, ആരൂഢ സമാധിയിൽ ധ്യാനത്തിനും. സഞ്ചാര സമാധിയിൽ ഉപാസകന് 1000 കൊല്ലം ജീവിക്കാൻ കഴിയുമെങ്കിൽ ആരൂഢ സമാധിയിലൂടെ അവന് വീണ്ടും 1000 കൽപ്പം കാലം വരെ ഒരു നിമിഷ നേരത്തെ ജീവിതം മാത്രമാണ് പുശുണ്ട മഹർഷിയുടെയും മറ്റ് ജീവിതകഥയിൽ നിന്ന് മനസ്സിലാക്കാം.
ധ്യാനം ഉറയ്ക്കുന്നതിലൂടെ ധാരണയും ധാരണയിലൂടെ സമാധിയും ഭവിക്കുന്നു. സമാധിയിൽ ഉപാസകൻ അറിയാതെ തന്നെ ശ്വാസപ്രശ്വാസങ്ങൾ നിന്നു പോകുന്ന അവസ്ഥയുണ്ടാകും. ഇതാണ് കേവല പ്രാണായാമം. കേവല കുംഭം എന്ന് പറയുന്നാൽ അതായത് നമ്മൾ ശ്വാസം എടുത്തിട്ട് വീണ്ടും വിടുന്നതിനിടയ്ക്ക്, ഇല്ലെങ്കിൽ ശ്വാസം വിട്ടിട്ട് തിരിച്ചെടുക്കുന്നതിനിടയ്ക്ക് ഒരു ഗ്യാപ്പുണ്ട്. നമ്മൾ ഒരു ശ്വാസം എടുത്തിട്ട് അത് ഒരു കേന്ദ്രബിന്ദുവിൽ തട്ടിയിട്ട് പിന്നെ വീണ്ടും ശ്വാസം വിടുന്ന ഒരു പ്രക്രിയയിലും എടുക്കുന്നതിനും വിടുന്നതിനും ഇടയ്ക്ക് ഒരു സെക്കൻഡ് പോലും ഇല്ല, ഒരു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പാണ് ശ്വാസമില്ലാത്ത ഒരവസ്ഥ, ഒരു സെക്കൻഡ്. അതാണ് മൗനം തുര്യാവസ്ഥ എന്ന് പറയുന്നത്. ഇത് കേവല കുംഭകം എന്ന് പറയണേ. അതായത് ഈ പ്രാണായാമം ചെയ്ത് ശീലിച്ച് കേവല കുംഭകത്തിൻ്റെ സമയം നമ്മൾ വർദ്ധിക്കണം, സംജാതമാകുന്നു. ഈ കേവല കുംഭകമാണ് തുര്യ അനുഭൂതിയിലേക്ക് എത്തിക്കുന്നത്. അതായത് ശ്വാസമില്ലാതെ ഇരിക്കുന്ന, ശ്വാസം എടുക്കാതെയും വിടാതെയും ഇരിക്കുന്ന ആ ഭാവത്തിനാണ് കേവല കുംഭകം എന്ന് പറയുക. ഇത് ശീലിക്കണം. ലളിതവും സുഖകരവുമായ ധ്യാനമാണ് ആകാശധ്യാനമാണ് പരക്കെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. ആകാശധ്യാനത്തെ ഇന്ന് സത്തുക്കൾ വാനോളം പുകഴ്ത്തുന്നുമുണ്ട്. ആകാശധ്യാനത്തെയാണ് അന്ന് ഭഗവാൻ പ്രിയ ശിഷ്യനെ ഉപദേശിച്ചിട്ടുള്ളത്. ധ്യാനനിരതനായിരിക്കുന്ന ഉപാസകൻ തൻ്റെ ശിരസിനുള്ളിൽ വിശാലവും പരിശുദ്ധവുമായ ആകാശത്തിൽ തന്നെ കണ്ടുകൊണ്ടിരിക്കണം. താൻ ചിന്തിക്കുന്നത് മുഴുവൻ നിർമ്മലമായിരിക്കുന്ന ആകാശത്തെക്കുറിച്ചായിരിക്കണം. അതായത് ദൃഗാദികളായിരിക്കുന്ന പഞ്ചേന്ദ്രിയങ്ങളും ആറാമേന്ദ്രിയമായിരിക്കുന്ന മനസ്സും മനസ്സിനെ തന്നെ വിവേചന നിശ്ചയ കർമ്മരൂപമായിരിക്കുന്ന ചിത്തവും ബുദ്ധിയും അഹങ്കാരവും ആകാശമെന്ന പരിശുദ്ധ വസ്തുവിൽ പൂർണ്ണമായിട്ടും ലയിപ്പിക്കണം എന്നർത്ഥം. അതാണ് ആകാശധ്യാനം എന്ന് പറയുന്നത്. അപ്പോൾ ഖമധ്യേ കുരു ചാത്മനം ആത്മധ്യേ ച ഖം കുരു ആത്മാനം ഖമയം കൃത്വ ന കിഞ്ചിദപി ചിന്തയേത്. ആകാശധ്യാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഉപാസകൻ ഇനി ധാരണയിലേക്കാണ് ഉയരേണ്ടത്. അതുകൊണ്ട് ധാരണാ സമ്പ്രദായത്തെ ഇവിടെ ഭഗവാൻ ഉപദേശിക്കുന്നു. ശിരസിനുള്ളിൽ പൂർണ്ണമായിട്ടും നിറഞ്ഞു നിൽക്കുന്ന ആകാശത്തിൻ്റെ മധ്യത്തിൽ ഒരു ബിന്ദു ആയിട്ട് ആത്മാവിനെ സങ്കല്പിക്കുക, അതിനെ ദർശിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ആ ആത്മബിന്ദുവിൽ തന്നെ ലയിക്കാൻ, അതിൽ ധാരണയുണ്ടാക്കുക. അതാണ് വ്യൂ പോയിന്റ് തീരുമാനിക്കാൻ ധാരണയിലൂടെ ശീലിക്കണം എന്ന് ഞാൻ ഇതിനു മുമ്പും പറഞ്ഞത്. ആ ബിന്ദുവിൻ്റെ മധ്യത്തിൽ വീണ്ടും ആകാശത്തെ കാണാൻ സാധിക്കുമോ എന്ന് ശ്രമിക്കുക. അപ്പോൾ വിശാലമായ ആകാശം സൂക്ഷ്മങ്ങളിൽ സൂക്ഷ്മമായി തീരും. വീണ്ടും സൂക്ഷ്മ ആകാശമധ്യത്തിൽ അതിസൂക്ഷ്മമായ ആത്മബിന്ദുവിനെ കാണുക. അതായത് സൂക്ഷ്മങ്ങളിൽ സൂക്ഷ്മമായ തലത്തിലേക്ക് നമ്മൾ പോകണം എന്നർത്ഥം. ആ ആത്മാവും ആകാശവും രണ്ടല്ലാതെ ഒന്നായിത്തീരുന്ന അതിസൂക്ഷ്മ ബിന്ദുവിനെ മാത്രം ദർശിക്കുക. മറ്റു യാതൊരു ചിന്തയും ലവലേശം ഇല്ലാതെ അതിസൂക്ഷ്മ ബിന്ദുവിൽ മനസ്സുറയ്ക്കുക. അത് മഹത്തായ ആത്മധാരണയാകുന്നു. ഇതാണ് സൂക്ഷ്മങ്ങളിൽ സൂക്ഷ്മമായിട്ട് ആദ്യം ശീലിക്കേണ്ടത്. ആജ്ഞാചക്രത്തിൽ തന്നെ നമ്മൾ ഒരു ബിന്ദുവിൽ നമ്മുടെ ജീവശക്തിയെ കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതിനാണ് ആദ്യം ഉപാധി സ്വീകരിക്കുക. ഈ ഒരു തലത്തിലേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ യോഗയിൽ അനേകം കാലം പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു സ്ഥിതിയിലേക്കൊക്കെ പോകാൻ സാധിക്കും. അപ്പോൾ അതിന് തുടക്കക്കാരെന്നുള്ള നിലയ്ക്ക് നമ്മൾ ഒരു ഉപാധി സ്വീകരിക്കുക. നമ്മളിഷ്ടമുള്ള ദേവതയുടെ വിഗ്രഹം വയ്ക്കുക, അത് കാണുക, അതിൽ ചിത്രം വയ്ക്കുക. ഇല്ലെങ്കിൽ ഒരു വിളക്ക് കത്തിച്ച് വെച്ച് ഒറ്റ നാളത്തിലുള്ള വിളക്ക് നാളം മാത്രം 30 സെക്കൻഡ് കാണുക. പിന്നെ കണ്ണടച്ചിട്ട് ആജ്ഞാചക്രത്തിൽ അത് കാണാൻ പറ്റുമെന്ന് ശ്രമിക്കുക. അതാണ് ഇതിൻ്റെ തുടക്കം. അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ അതിൽ ശ്രേഷ്ഠത വന്നാൽ ഉറപ്പിച്ചാൽ മാത്രമേ ആകാശധ്യാനത്തിലേക്കൊക്കെ നമുക്ക് ഈ പറഞ്ഞ രീതിയിലൊക്കെ ധ്യാനം ശീലിക്കാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഈ സൂക്ഷ്മങ്ങളിൽ സൂക്ഷ്മമായിരിക്കുന്ന തലത്തിലേക്ക് നമ്മുടെ ശരീരത്തിലൂടെ തന്നെ നമുക്ക് ഈ പ്രപഞ്ച പ്രാണൻ്റെ തലത്തിലേക്ക് ഉയരാൻ സാധിക്കും. അതിനുള്ള പ്രാക്ടീസാണ് ഇവിടെ ഹംസയോഗം എന്ന് പറയുന്നത്. അതായത് ആകാശ ധ്യാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഉപാസകൻ എങ്ങനെയാണ് ധാരണ ചെയ്യേണ്ടത് എന്നിവിടെ ഭഗവാൻ സൂചിപ്പിക്കുന്നുണ്ട്. ശിരസിനുള്ളിൽ അഥവാ ആജ്ഞാചക്രത്തിൽ പുറമധ്യത്തിൽ പൂർണ്ണമായിട്ടും നിറഞ്ഞു നിൽക്കുന്ന ആ ആത്മശക്തിയെ മധ്യത്തിൽ ഒരു ബിന്ദുവായിട്ട് കാണുക. ഇതാണ് നമുക്ക് പ്രാക്ടിക്കൽ തലത്തിൽ ഇപ്പം ചെയ്യാവുന്നത്. അങ്ങനെ ആത്മബിന്ദുവിൽ തന്നെ മനസ്സിനെ ലയിപ്പിക്കാൻ ശ്രമിക്കുക.
ആ ബിന്ദുവിൻ്റെ മധ്യത്തിൽ വീണ്ടും സൂക്ഷ്മതലങ്ങളിലേക്ക് പോകാൻ പറ്റുമോ എന്ന് ദിവസങ്ങൾ കൊണ്ടേ അതൊക്കെ നമുക്ക് ചിന്തിക്കാൻ തന്നെ സാധിക്കുകയുള്ളൂ. പക്ഷേ ഇത് ചെയ്യുന്ന സമയത്ത് മറ്റ് ചിന്തകളല്ല, ആ കിഞ്ചിത വിചിന്തയെ ഗീതയിൽ തന്നെ 6-ാം അധ്യായത്തിൽ ഭഗവാൻ ഈ ധ്യാനം ശീലിക്കാൻ പറയുന്നുണ്ട്. ശനൈരുപരമേ ബുദ്ധ്യാദ്യത്തെ ഗീത ആത്മസംസ്ഥം മനക്കൃത്വൻ ആ കിഞ്ചിത വിചിന്തയെ, മറ്റ് ചിന്തയൊന്നും കൂടാതെ ആത്മാവിനെ മനസ്സിൽ ഉറപ്പിക്കുക. അത് തുടരെ ശ്രമിക്കണം. ശനൈ എന്ന് പറഞ്ഞാൽ തുടരെ അഭ്യസിക്കണം. അപ്പോൾ മാത്രമേ അത് സാധിക്കൂ. ആ സമയത്ത് മറ്റ് യാതൊരു ചിന്തയും ലവലേശമില്ലാതെ അതിസൂക്ഷ്മമായ ഈ ബിന്ദുവിൽ മാത്രം മനസ്സുറപ്പിക്കുക. ഇതാണ് മഹത്തായ ധാരണ എന്ന് പറയുന്നത്. ഈ ധാരണയിൽ ഉറച്ചാൽ മാത്രമേ നമുക്ക് ധ്യാനത്തിലേക്ക്, ആകാശധ്യാനത്തിലേക്ക് പോകാനും സാധിക്കൂ എന്നർത്ഥം. ഇനി 10-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് സ്ഥിരബുദ്ധിര സമ്മൂഢ ബ്രഹ്മവിൽ ബ്രഹ്മണി സ്ഥിത ബഹിർവ്യോമ സ്ഥിതം നിത്യം നാസാഗ്രേച വ്യവസ്ഥിതം നിഷ്കളം തം വിജാനിയാൽ ശ്വാസോ എത്ര ലയം കഥ. ഇതാണ് 10-ാമത്തെ ശ്ലോകം. ഇതിൽ സ്ഥിരബുദ്ധിര സമ്മൂഢോ ബ്രഹ്മവിൽ ബ്രഹ്മണി സ്ഥിത, ഈ ഒരു അവസ്ഥയൊക്കെ ഗീതയിലും അങ്ങനെ തന്നെ പറയുന്നുണ്ട്. ബഹിർവ്യോമ സ്ഥിതം നിത്യം നാസാഗ്രേച വ്യവസ്ഥിതം നിഷ്കളം തം വിജാനിയാൽ ശ്വാസോ എത്ര ലയം കഥ. അതായത് ധാരണയിൽ ഉറച്ച അഭ്യാസി ഇതാ സമാധിയിലേക്ക് നീങ്ങുകയാണ്. സമ്മൂഢനല്ലാതെ സ്ഥിരബുദ്ധിയായിരിക്കുന്ന അവൻ ബ്രഹ്മജ്ഞാനിയായി തീർന്നിരിക്കുന്നു. അവനിപ്പോൾ പരബ്രഹ്മമായി നിത്യമായ ബഹിരാകാശ സ്ഥിതി ചെയ്യുന്നു. ചലനരഹിതമായ വികാരരഹിതമായിരിക്കുന്ന അവസ്ഥ, സ്പന്ദം പോലും ഇല്ലേ, സ്പന്ദനങ്ങൾ പോലും ചലനമില്ലാതെ അവിടെ ആത്മസ്വരൂപനായിട്ട് അവൻ വിഹരിക്കുന്നത്. ഇതാണ് സമാധി അവസ്ഥയിലേക്ക് പോകുക എന്ന് പറയുന്നത്. ആ നിഷ്കളതയിൽ ശ്വാസപ്രശ്വാസങ്ങൾ വിലയം പ്രാപിക്കുന്നു. പ്രാണാപാനന്മാരുടെ ഗതിവിഗതികളിൽ നിന്ന് അവൻ കേവലം കുംഭകത്തിലേക്ക് ആകർഷനായി ഇരിക്കുന്നു. ശ്വാസപ്രശ്വാസ യോർഗതി വിച്ഛേദ പ്രാണായാമ, ശ്വാസപ്രശ്വാസങ്ങളുടെ ഗതിയെ വിച്ഛേദിക്കലാണ്, ഇല്ലാതാക്കലാണ് യഥാർത്ഥ പ്രാണായാമം എന്ന് പതഞ്ജലി മഹർഷി യോഗസൂത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇത്തരുണത്തിൽ സ്മരണീയമാണ്. സമാധിയെക്കുറിച്ച് ഇനി അങ്ങോട്ട് പല സന്ദർഭങ്ങളും വളരെ വിശദമായിട്ട് ഭഗവാൻ പ്രതിപാദിക്കുന്നുണ്ട്. അതെല്ലാം അതാത് ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. എന്നാൽ സമാധിയെയും മറ്റ് യോഗാനുഭൂതികളെയും എത്രമാത്രം വിശദമാക്കിയാലും മനസ്സിലാകുകയില്ല. അവയെ സ്വയം അനുഭവിച്ച് തന്നെ, ആസ്വദിച്ച് തന്നെ മനസ്സിലാക്കേണ്ടതാണ്. ഇതിപ്പോൾ പുസ്തകം വായിച്ചാലോ പുസ്തകജ്ഞാനം കൊണ്ട് നേടാവുന്ന ഒരു സംഗതി അല്ല. ഇത് നമ്മൾ ചെയ്ത് അനുഭവിച്ച് ഈ ധ്യാനത്തിൻ്റെ അനുഭൂതി സമാധി അവസ്ഥയിലേക്ക് നമ്മൾ എത്തണം എന്നാണ് പറയുന്നത്. ഇതാണ് രമണ മഹർഷിയും പറഞ്ഞത്. ചുമ്മാരി ആദ്യം ശ്വാസഗതിയെ മാത്രം സാക്ഷിഭാവത്തിൽ വർത്തിച്ചു നോക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ കുറേശ്ശെ നമുക്ക് ഈ ധ്യാനാവസ്ഥയിലേക്ക് പോകാൻ സാധിക്കൂ എന്നർത്ഥം. അപ്പോൾ സുഖകരമായ ഒരവസ്ഥയിലേക്ക് ഈ ധ്യാനത്തെ ആകാശധ്യാനം എന്ന് പരക്കെ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്ഥിരബുദ്ധിരമായിരിക്കണം. ഇവിടെ ആസനജയം സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ബുദ്ധിയും ഇന്ദ്രിയങ്ങളെല്ലാം ഒരു ഇടത്ത് ഉറപ്പിച്ച് നിർത്താൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് അതാണ് ബ്രഹ്മണി സ്ഥിതി. ബ്രഹ്മജ്ഞാനിക്ക് മാത്രമേ ഈ ഒരു സ്ഥിതിയിൽ വർത്തിക്കാൻ സാധിക്കൂ. ധാരണയിൽ ഉറച്ച അഭ്യാസി, ധാരണയിൽ നല്ല ഉറച്ച ഒരു ധാരണ ഉണ്ടാകണം. ഈശ്വരൻ എന്താണ്, എവിടെയാണ്, നമ്മുടെ ശരീരത്തിൽ എവിടെയാണ് പ്രാണന്റെ ശക്തി സ്പന്ദിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഹൃദയകമലം എന്ന് പറഞ്ഞാൽ അത് ആജ്ഞാചക്രത്തിലെ ഹൃദയകമലമാണ്. കേന്ദ്രസ്ഥിതമായിരിക്കുന്ന ഭൂമധ്യത്തിലാണ്, ആജ്ഞാചക്രത്തിലാണ് ഈശ്വരൻ്റെ സ്ഥിതി എന്ന് ഉറപ്പിക്കണം. അതിൽ ധാരണ ഉറപ്പിച്ച് അഭ്യാസി ആണ് സമാധിയിലേക്ക് പോകാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് സ്ഥിരബുദ്ധിയായിരിക്കുന്ന അവൻ ബ്രഹ്മജ്ഞാനിയായി തീരുന്നതും ഈ ആജ്ഞാചക്രത്തിൻ്റെ ആക്ടിവേഷൻ കൊണ്ടാണ്. ആ ബ്രഹ്മജ്ഞാനിയായി തീരുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവിനെ തന്നെ അറിയുന്നവനായിട്ട് മാറുക. അന്വേഷണത്തിലൂടെ ആത്മാവിനെ അറിയുന്നവന് പൂർവജന്മജ്ഞാനം വരെ ലഭിക്കുന്നത് അപ്പോഴാണ്. അതാണ് ആത്മബോധം എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ഈ ഒരു സമാധി അവസ്ഥയിലേക്കൊക്കെ മറ്റ് ചിന്ത കൂടാതെ നമുക്ക് സമാധി ധ്യാനത്തിലേക്ക്, ആകാശധ്യാനത്തിലേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പ്രാരാബ്ധങ്ങളൊക്കെ അല്ലെങ്കിൽ പൂർവ്വജന്മാർജിതമായ കർമ്മബന്ധനങ്ങളെ ഇല്ലാതെയാക്കണം. അപ്പോൾ മാത്രമേ നമുക്ക് സ്വസ്ഥമായിട്ട് ഈ ധ്യാനത്തിലേക്ക് പോകാൻ സാധിക്കൂ. ഇല്ലെങ്കിൽ നമ്മുടെ പ്രാരാബ്ധം എന്തെങ്കിലും കിടക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയായിരിക്കും ചിന്തയിൽ വരിക.
അതുകൊണ്ട് ഭൗതികമായിട്ട് ആഹാര വിഹാരാദികളോ ഏതിലെങ്കിലും നമുക്ക് ജന്മവാസന ഫലം കിടക്കുന്നുണ്ടെങ്കിൽ അത് പൊന്തി വരും. ധ്യാനത്തിലിരിക്കുമ്പോൾ എന്താണോ പൊന്തി വരരുതല്ലേ ചിന്തിക്കരുതെന്ന് വിചാരിക്കുന്നത്, മനസ്സിൽ കിടക്കുന്ന വാസനാഫലം ഏത് തലത്തിലുള്ളതായാലും എന്ന് ആർജിച്ചതാണേലും അത് പൊന്തി വരും. അതുകൊണ്ട് ആത്മജ്ഞാനം നേടുക എന്ന് പറഞ്ഞാൽ ആത്മാവിനെ പറ്റി പൂർവ്വജന്മാർജിതമായിട്ടുള്ള വാസനാബലങ്ങൾ എന്തൊക്കെയാണെന്ന്, ഏതാ കർമ്മത്തിലാണ് നമ്മൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നതൊക്കെ മനസ്സിലാക്കിയിട്ട് ആ കർമ്മങ്ങളൊക്കെ പൂർത്തീകരിക്കുകയാണെങ്കിൽ അതൊക്കെ അറിയണമല്ലോ. അപ്പോൾ ഈ ഒരു തലത്തിലേക്ക് എത്തുമ്പോൾ ഇതൊക്കെ അറിയുന്നവനായിട്ട് മാറും. അപ്പോഴാണ് അതൊക്കെ ചെയ്തു തീർക്കുമ്പോഴാണ് ശരിക്കും ആത്മജ്ഞാനത്തിലേക്ക്, ആത്മജ്ഞാനം തന്നെയാണ് ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത്, ആ തലത്തിലേക്ക് ഉയരാൻ സാധിക്കുള്ളൂ. അത് സ്വയമേവ നമ്മൾ ഈ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈശ്വരനോട് അടുക്കും തോറും ഇതൊക്കെ നമുക്ക് മനസ്സിലാവും. നമ്മളല്ലെങ്കിൽ തന്നെ അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന സമയത്ത് ഈ 7ാമത്തെ മാസത്തിൽ നമ്മളെ ഈ പൂർവ്വജന്മ ജ്ഞാനമൊക്കെ ഭഗവാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊക്കെ നമ്മുടെ ഉള്ളിൽ തന്നെ കിടക്കുന്നുണ്ട്. അത് ഈ ഭൗതിക ബന്ധങ്ങളിൽ പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ ദൃശ്യപ്രബന്ധത്തിലെ മായയിൽപ്പെട്ടിട്ട് അതൊക്കെ മറയ്ക്കപ്പെട്ടിരിക്കുകയാണെന്നേ ഉള്ളൂ. അപ്പോൾ ഈ പറയുന്ന പ്രാക്ടീസും ജപതപാദികളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുറേശ്ശെ നമുക്ക് പുറത്തേക്ക് അതൊക്കെ കാണാനും അറിയാനും ഒക്കെ സാധിക്കും. ആ ജന്മവാസന അനുസരിച്ചുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നല്ലതോ ചീത്തയായതൊക്കെ ചെയ്ത് അത് നിവർത്തി വരുത്തിക്കണം. അപ്പോഴേ നമുക്ക് ഈ ചിന്താബന്ധനത്തിൽ നിന്നും ഈ ചിന്താസാഗരത്തിൽ നിന്നും ബുദ്ധി അർപ്പിക്കാൻ സാധിക്കും. അപ്പോഴാണ് യഥാർത്ഥത്തിൽ ബ്രഹ്മജ്ഞാനം പിന്നെ മനസ്സിന് പോലും ചലനരഹിതമായ അവസ്ഥ കൈവരുത്തും. വികാരരഹിതമായിരിക്കുന്ന സ്പന്ദനം പോലും ഇല്ലാതെ അവിടെ ആത്മസ്വരൂപനായിട്ട് വർത്തിക്കാനും സാധിക്കും. ആ നിഷ്കളതയിൽ ശ്വാസപ്രശ്വാസങ്ങൾ വിലയം പ്രാപിക്കും. പ്രാണാപാനന്മാരുടെ ഗതിവിധികൾ നിന്ന് ശ്വാസഗതിയെപ്പോലും കേവല കുംഭത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും. അതായത് ഒരു നിമിഷം ഇപ്പോൾ കേവലം നമുക്ക് ഒരു സ്പന്ദിക്കുന്ന അവസ്ഥയിൽ, ഒരു ചലനത്തിൻ്റെ അവസ്ഥയിലെങ്കിലും ശ്വാസം എടുത്തിട്ട് വിടുമ്പോൾ കേവല കുംഭവും ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഡ്യൂറേഷൻ വർദ്ധിപ്പിക്കണം, അതിൻ്റെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കണം ഇത് ശീലമാക്കിയാൽ. അപ്പോൾ ശ്വാസപ്രശ്വാസങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് സമാനാവസ്ഥയിലെത്തിക്കുകയും അതിനെ പൂർണ്ണമായിട്ട് ശ്വാസഗതി നിലച്ച അവസ്ഥയിൽ പ്രാണനെ സ്ഥിരം ചെയ്ത് ആജ്ഞാചക്രത്തിൽ നിർത്തുകയും ചെയ്യുന്ന അവസ്ഥ നമുക്ക് സാധിക്കുമെന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. പ്രാണാപാനന്മാരുടെ ഗതിവിഗതികൾ നിന്ന് അവൻ കേവല കുംഭത്തിൽ സ്ഥിതി ചെയ്യും. അതിൽ ആകർഷത, അതിൽ അത്യാകർഷനായിട്ട്, അതിൽ ജിജ്ഞാസുവായിട്ട് അത് ചെയ്യുന്നതിൽ ഉണ്ടാകുന്ന അനുഭൂതി ലഭിച്ചു കഴിഞ്ഞാൽ അത് വീണ്ടും ചെയ്യാനുള്ള ആകർഷനാകുക എന്ന് പറഞ്ഞാൽ അതിൽ അഡിക്റ്റായിത്തീരും. അതാണ് ശരിക്കും ശ്വാസപ്രശ്വാസങ്ങളെ നിയന്ത്രിച്ച് നിൽക്കുന്ന കേവല കുംഭത്തിൽ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭൂതിയാണ് അദ്വൈതാനുഭൂതി എന്ന് പറയുന്നത്. ശ്വാസപ്രശ്വാസയോർ ഗതി വിച്ഛേദ പ്രാണായാമ എന്ന് ഇവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ശ്വാസപ്രശ്വാസങ്ങളുടെ ഗതിയെ വിച്ഛേദിക്കലാണ് അഥവാ ഇല്ലാതാക്കലാണ് യഥാർത്ഥ പ്രാണന് യാമം കൊടുക്കുക എന്ന് പറയുന്നത്. അത് പതഞ്ജലി മഹർഷി യോഗസൂത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇത്തരണത്തിൽ സ്മരണീയമാണ്. ഭഗവാൻ പറഞ്ഞതും പതഞ്ജലി മഹർഷി പറഞ്ഞതും ഒന്നാണെന്ന് നമുക്ക് ഈ യോഗസൂത്രത്തിൽ നിന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുക. സമാധിയെക്കുറിച്ച് ഇനി അങ്ങോട്ട് പല സന്ദർഭങ്ങളിലും ഭഗവാൻ വളരെ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. അതെല്ലാം അതാത് ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ സമാധിയെയും മറ്റൊരു യോഗാനുഭൂതികളെയും എത്രമാത്രം വിശദമാക്കിയാലും അതൊന്നും മനസ്സിലാകില്ല എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ എങ്ങനെ മനസ്സിലാകും? അവയെ സ്വയം ചെയ്ത് അനുഭവിച്ച് തന്നെ ആസ്വദിച്ച് തന്നെ മനസ്സിലാക്കേണ്ടതാണ്. അതാണ് ഈശ്വരശക്തി എന്ന് പറയുന്നത്. വിശ്വസിക്കാനുള്ളതല്ല, അനുഭവിച്ചറിയാനുള്ളതാണ്. നമ്മുടെ ചിന്തയും വാക്കും പ്രവൃത്തികളും ഒക്കെ അതനുസരിച്ച് നമുക്ക് ഉയർച്ചയിലേക്ക് നമുക്ക് അത് ആക്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അപ്പോഴാണ് ശരിക്കും ശാന്തിയും സമാധാനം നമ്മൾ അനുഭവിക്കുക, ആ രോഗമുക്തി നേടുക. നമുക്ക് പൂർവജന്മാർജിതമായിട്ടുള്ള കർമ്മങ്ങളുടെ ഫലമാണ് മനസ്സിനും ശരീരത്തിനും വിവിധ തരത്തിലുള്ള ജലദോഷം പോലും വന്നിട്ട് നമുക്ക് അസ്വസ്ഥത അനുഭവിക്കാനുണ്ടെങ്കിൽ രോഗഗ്രസ്തമാകുന്നതൊക്കെ ഈ അപാന ഗതികളുടെ വിഗതികൾ കൊണ്ടാണ്. അപ്പോൾ അതിനെ നിയന്ത്രിക്കാൻ തുടങ്ങിയാൽ കഴിഞ്ഞ രോഗമുക്തിയൊക്കെ നമുക്ക് തന്നെ ഉണ്ടാകും. അതുകൊണ്ടാണ് സഹസ്രനാമമൊക്കെ ജപിച്ചാൽ തന്നെ രോഗമുക്തിയൊക്കെ ഫലം പറയുന്നത്. രോഗഗ്രസ്തനാണെങ്കിൽ കേൾക്കാവുന്ന ശബ്ദത്തിൽ നമ്മൾ ശ്രദ്ധയോടുകൂടി യാന്ത്രികമായിട്ട് ജപിച്ചാൽ കാര്യമില്ല. നമ്മൾ പലപ്പോഴും പഠിക്കുമ്പോൾ ശ്രദ്ധയായിരിക്കും, പക്ഷേ പഠിത്തം കഴിഞ്ഞാൽ പിന്നെ ശ്രദ്ധയൊക്കെ പോകും, പിന്നെ യാന്ത്രികമായിട്ട് ജപിക്കും. അപ്പോൾ യഥാർത്ഥ ഫലം കിട്ടാതെ വരും. ഞാൻ ഇത്ര കാലമായിട്ട് സഹസ്രനാമം ജപിക്കുന്നുണ്ട്, എനിക്ക് തിരുമേനി പറയുന്ന ഫലമൊന്നും ലഭിക്കുന്നില്ല എന്നൊക്കെ പലരും പറയുന്നുണ്ട്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വഴിപാട് കഴിക്കുന്ന പോലെ യാന്ത്രികമായിട്ട് ചെയ്താൽ യഥാർത്ഥ ഫലം ലഭിക്കില്ല.
അവിടെ ഈ ശ്വാസപ്രശ്വാസത്തിൻ്റെയൊക്കെ ഗതിവിഗതികൾ, ആ സംസ്കൃത പദങ്ങളൊക്കെ ശരിക്ക് ഉച്ചരിച്ച് സ്പഷ്ടമായിട്ട് ശ്രദ്ധയോടെ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഫലം ലഭിക്കുക. പഠിക്കുമ്പോൾ ഉണ്ടായിരുന്ന ഇപ്പം നാരായണൻ ജപം പഠിക്കുകയാണെങ്കിലും നമുക്ക് പഠിക്കുമ്പോൾ ഭയങ്കര ശ്രദ്ധയാണ്. നാരായണത്തിൻ്റെ ഭാഷ കുറച്ചുകൊണ്ട് കട്ടിയായ സംസ്കൃതമായതുകൊണ്ട് നാരായണീയം സ്ഥിരമായിട്ട് ചൊല്ലുന്നവർക്ക് പെട്ടെന്ന് അപ്ഗ്രേഡേഷൻ കിട്ടുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഭക്തിയിൽ തന്നെ അവർക്ക് ദൃഢതയും ഈ കാര്യങ്ങളിലൊക്കെ ഇൻട്രസ്റ്റ് കൂടാനും ജിജ്ഞാസുക്കളായിട്ട് വരാനും ഒക്കെ കാരണം ആ നാരായണീയം എന്ന് പറയുന്ന സംസ്കൃത ഭാഷയുടെ ശ്രേഷ്ഠതയാണ്. അത് ഉറക്കെ ചൊല്ലുമ്പോൾ അതിന് സ്പഷ്ടം എന്താ പറഞ്ഞേ, അതിലെ സ്ഫുടത വരുമ്പോഴാണ് ശരിക്കും അത് സംസ്കൃതപദം സഹസ്രനാമം ജപിക്കുമ്പോഴും ഉണ്ടാവും. നമ്മൾ അത്ര സ്പഷ്ടമായിട്ട് അക്ഷരസ്ഫുടതയോട് ജപിച്ചാൽ ഈ പറയുന്ന സിദ്ധി സംസ്കൃത പദങ്ങൾക്കുണ്ട്, സംസ്കൃത പദങ്ങൾക്കേ ഉള്ളൂ. അതാണ് രസം. അപ്പം അതുകൊണ്ട് സംസ്കൃതപദം അതേപടി നമ്മളെടുത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ പറയുന്ന ശ്വാസപ്രശ്വാസങ്ങളൊക്കെ നിത്യമായിട്ട് ഒരു ശാസ്ത്രം എടുത്താൽ എത്ര ശ്ലോകം നിങ്ങൾക്ക് ജപിക്കാൻ സാധിക്കുമോ. ശരിക്കും പറഞ്ഞാൽ ഈ സിദ്ധിക്ക് ഏറ്റവും എളുപ്പമാർഗം എന്ന് പറഞ്ഞാൽ ഒരു ശാസ്ത്രം എടുത്തിട്ട് സഹസ്രനാമം മുഴുവൻ നിങ്ങൾക്ക് കേൾക്കാവുന്ന ശബ്ദത്തിൽ ജപിക്കാൻ സാധിച്ചാൽ നിങ്ങളുടെ ശരീരം വെയ്റ്റ്ലെസ് ആവും, ആകാശത്തിലേക്ക് ഉയരും എന്നർത്ഥം. പക്ഷെ ആർക്കാ സാധിക്കാം? അത് നമുക്ക് സങ്കല്പിക്കാൻ മാത്രമേ സാധിക്കുള്ളൂ. എനിക്ക് പോലും ഒരു 4 ശ്ലോകം വരെയൊക്കെ കഷ്ടിയൊക്കെ ഒരു ശ്വാസം എടുത്താൽ ജപിക്കാൻ സാധിക്കും. അത്രയും പ്രാക്ടീസ് ആയിട്ട് 22 വർഷത്തെ ആ പരിശീലനം കൊണ്ട് മാത്രം അത്രയൊക്കെ സാധിക്കുള്ളൂ. അപ്പം നമുക്ക് എത്ര ഒരു ശ്വാസം എടുത്തിട്ട് അക്ഷരസ്ഫുടതയോടുകൂടി എത്ര ശ്ലോകം ചൊല്ലാൻ സാധിക്കും, അതനുസരിച്ചുകൊണ്ടാണ് ഈ ശ്വാസപ്രശ്വാസങ്ങളുടെ ഗതി നിയന്ത്രണം സാധിക്കുക. എളുപ്പമാർഗ്ഗമാണ്. ഈ പറയുന്ന അഭ്യാസം ഒന്നും ചെയ്യാൻ പോകണ്ട. കലിയുഗത്തിൽ ഈ നാമസങ്കീർത്തനം കൊണ്ട് തന്നെ സിദ്ധി നേടാമെന്ന് ഭഗവാൻ പറഞ്ഞതിൻ്റെ രഹസ്യത. പക്ഷെ ഇതുപോലും നമുക്ക് ചെയ്യാൻ സമയമില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഈ സഹസ്രനാമം ജപിച്ചാൽ തന്നെ രോഗമുക്തി അതിൽ ഫലശ്രുതി പറയുന്നുണ്ട്. ഏത് സഹസ്രനാമം ജപിച്ചാലും ഉണ്ട്. വിഷ്ണു സഹസ്രനാമം ആയിക്കോട്ടെ, ശിവസഹസ്രനാമം ആയിക്കോട്ടെ. പക്ഷെ നമുക്ക് പഠിക്കാൻ ഇൻട്രസ്റ്റ് ശ്രദ്ധയോടുകൂടി പഠിക്കും. ആദ്യം പഠിക്കാൻ തന്നെ യോഗം ശ്രദ്ധയില്ലാതെ യാന്ത്രികമായിട്ട് ചെയ്താലും അടുത്ത ജന്മത്തിലേക്കൊക്കെ അതെ ഫലം ചെയ്യും. കാരണം ഒന്നും ചെയ്യാതിരിക്കുന്നതിൽ നല്ലതാണല്ലോ എന്തെങ്കിലും ഒന്ന് ചെയ്യാം. അപ്പോൾ യാന്ത്രികമായിട്ടാണെങ്കിൽ നമുക്കിപ്പോൾ ജപിച്ചില്ലെങ്കിൽ ദിവസവും ജപിച്ചുകൊണ്ടിരിക്കുന്ന ആൾ ഓരോ ദിവസം ജപിച്ചില്ലെങ്കിൽ അതുകൊണ്ട് ദുഃഖമൊക്കെ ഉണ്ടായിട്ടാണെങ്കിലും നമ്മൾ വിഷമിച്ചിട്ടാണെങ്കിലും അത് മുടക്കാതിരിക്കാൻ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. ഇതൊരു യോഗമാണ്. പക്ഷെ അത് വേണ്ട വിധത്തിൽ ശ്രദ്ധയോടെ ചെയ്യുമ്പോഴാണ് ഇവിടെ അഭ്യാസത്തിൻ്റെ അനുഭവജ്ഞാനം ലഭിക്കുക. അതാണ് ആസ്വദിച്ച് മനസ്സിലാക്കണം എന്ന് പറയുന്നത്. അതിൻ്റെ ശ്രേഷ്ഠത എന്തെന്ന് ആസ്വദിച്ച് മനസ്സിലാക്കുന്ന അവസ്ഥയാണ് ശരിക്കും ഈശ്വരശക്തി. ഇത് അനുഭവിച്ചറിഞ്ഞാൽ പിന്നെ അതാണ് ഏറ്റവും വലിയ ലഹരി എന്നർത്ഥം. ആ ഭക്തിയുടെ രഹസ്യത്തെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ജന്മം ചെയ്താൽ നമുക്ക് എത്ര ജന്മം വീണ്ടും ശരീരം എടുത്ത് വരേണ്ടി വന്നാലും ഈ ഒരു വാസനാബലം നമ്മളിൽ നിന്ന് പോവില്ല. ഈശ്വരനിലേക്ക് നമ്മളെ അടുപ്പിച്ചുകൊണ്ടേയിരിക്കും. അതാണ് ഏറ്റവും വലിയ ആകർഷത എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഭഗവാൻ ഇവിടെ ഉറപ്പിച്ച് പറയുന്നത്. അതുകൊണ്ട് ഇനി അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. ഇന്ന് നമ്മൾ 8, 9, 10 ഈ ശ്ലോകങ്ങളാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞതിൻ്റെ ബാക്കി ഒന്നോടെ പാരായണം ചെയ്തുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഗച്ഛൻ തൃഷ്ടൻ സദാകാലം വായു സ്വീകരണം പരം സർവകാല പ്രയോഗേന സഹസ്രായുർഭവേ നര യാവൽ പശ്യേൽ ഖഗാകാരം തദാകാരം വിചിന്യേൽ ഖമധ്യേ കുരു ചാത്മനം ആത്മമധ്യേ ച ഖം കുരു ആത്മാനം ഖമയം കൃത്വ ന കിഞ്ചിദപി ചിന്തയേൽ സ്ഥിരബുദ്ധിരസമ്മൂഢ ബ്രഹ്മവിൽ ബ്രഹ്മണി സ്ഥിത ബഹിർവ്യോമസ്ഥിതം നിത്യം നാസാഗ്രേ ച വ്യവസ്ഥിതം നിഷ്കളം തം വിജാനിയാൽ ശാസോ യത്ര ലയം കഥ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരിഗോവിന്ദ. ഓം സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹിഷാ ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തനിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.